എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് നാട്ടിലായതുകൊണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മുളകിട്ട കറി ബിഗിനേഴ്സിനെല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയായത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു പച്ചക്കറിയും ഇതും മതി ചോറുന്ന്. അപ്പോൾ അതാ അതിനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി, അതും പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്, ഇല്ലെങ്കിൽ ഒരു 3-2 മതി. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കലക്കിയിട്ട് നോക്കാം, പോരെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കൂടിപ്പോണ്ട. ഈ നാട്ടിലായതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ മുളകിൻ്റെ എരിവ് എത്രയാണെന്ന്. നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മുളക് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം ഞാനിതൊരു 15 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ച പുളിയാണ് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ളത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊരു നെല്ലിക്കാ വലിപ്പം പുളിയാണ് എടുത്തത്, പക്ഷെ അത് മുഴുവനൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോൾ അത് നോക്കി എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ 1 ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മളെ എരിവ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് നല്ലോണം തിളക്കണം. തിളച്ചിട്ട് ആ മുളകിൻ്റെ കുത്തലെല്ലാം ഒന്ന് അടങ്ങണം. എന്നാലാണ് മത്തി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ അതാ എൻ്റെ അച്ഛൻ പണ്ട് വെക്കുന്നത് ഞാൻ കണ്ട് മനസ്സിലാക്കിയൊരു കാര്യം. അത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിളക്കട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അതായിരുന്നു തിളക്കട്ടെ. ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. മുളകിൻ്റെ കുത്തലെല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുറിച്ച് കഴുകി വെച്ച മത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മത്തീൻ്റെ എല്ലാ ഭാഗത്തും ഈ എരിവും പുളിയും മഞ്ഞളും ഉപ്പും എല്ലാം എത്തണ്ടേ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇണർ നിങ്ങളെ നാട്ടിൽ എന്നാ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ നാട്ടിൽ ഇണർ എന്നാ പറയുക. അതും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വേവുന്ന വരെ മൂടി വെക്കുക. അതായിരുന്നു വേട്ടെ. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷേ കുറച്ച് വെള്ളം ഉണ്ടല്ലേ, ഇത്ര വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഉപ്പ് നല്ല കറക്റ്റ് എരിവും പുളിപ്പും എല്ലാം ഉണ്ട്. ഇനി ഇതൊന്ന് വറ്റണം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ ക്ഷാമമൊന്നും വിചാരിക്കേണ്ട, ഉള്ളത് ഇട്ടോ. ഇവിടെ ഫ്രഷ് കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷാമം നോക്കാണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിശുക്കാണ്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി കുറച്ച് നീക്കി വെക്കാം. ആ 2 മിനിറ്റ് നേരം കൊണ്ട് കറിവേപ്പിലേൻ്റെ മണം നല്ലോണം മത്തിയിലങ്ങ് പിടിക്കും. കണ്ടോ, കുറച്ച് നേരം മൂടി ഇങ്ങനെ കുറച്ച് നീക്കി വെച്ചിട്ട് വറ്റി വന്നതാണ് ഈ കറിയിലുള്ള വെള്ളം. കണ്ടില്ലേ, ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മൊത്തത്തിൽ മേലെ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചട്ടി എടുത്തിട്ട് ഈ കറീൻ്റെ എല്ലാ ഭാഗത്തും എത്തണ്ടേ ഈ വെളിച്ചെണ്ണ. അപ്പോൾ അതാ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ മത്തിക്കറി റെഡി. അപ്പോൾ അതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.